ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൾ വാല്യൂസിനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈസ് നള്ളും ഈസ് നോട്ട് നള്ളും ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് നള്ള് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കില്ല, അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു സിൻടാക്സ് നോട്ട് നള്ളിൻ്റെ എങ്ങനെയാണ് വരിക എന്നുള്ളത്. ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്ഡേറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഉള്ള റെക്കോർഡ്സ് അല്ലെങ്കിൽ വാല്യൂസിനെ നമ്മൾ മാറ്റിയിട്ട് പുതിയതായിട്ടൊന്ന് അതിന് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് അപ്ഡേറ്റ് ടേബിളിൻ്റെ നെയിം സെറ്റ് കോളം 1 ഈക്വൽ ടു വാല്യൂ 1, കോളം 2 ഈക്വൽ ടു വാല്യൂ 2, അപ് ടു എത്രയും വേണമെന്നുണ്ടെങ്കിൽ അത്രയും കൊടുക്കുക, വേർ കണ്ടീഷൻ കൊടുക്കുക, ലാസ്റ്റ് സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ടേബിൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ SQL സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് കസ്റ്റമർ, അതായത് കസ്റ്റമർ ID 1 ഉള്ള ആളുടെ എന്താണ് വിത്ത് എ ന്യൂ കോണ്ടാക്ട് പേഴ്സൺ ആൻഡ് എ ന്യൂ സിറ്റി, അവരുടെ കോണ്ടാക്റ്റ് നെയിമും അതുപോലെ തന്നെ സിറ്റിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ സപ്പോസ് ഒരു ടേബിൾ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു കസ്റ്റമറിൻ്റെ ടേബിൾ, അതിൽ കസ്റ്റമറിൻ്റെ പേരുണ്ട്, സിറ്റി ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഡാറ്റകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചേഞ്ച് വരുത്തുന്നത് എന്താണ്? അവരുടെ ഒരു കോണ്ടാക്ട് നെയിം എന്താണോ അത്, അതുപോലെ തന്നെ അവരുടെ സിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്ഡേറ്റ് ഒരു മിനിറ്റ്. അതായത് അതിൻ്റെ എക്സാമ്പിൾ അപ്ഡേറ്റ് കസ്റ്റമേഴ്സ് സെറ്റ് കോണ്ടാക്ട് നെയിം ഈക്വൽ ടു കിഷൻ, സിറ്റി ഈക്വൽ ടു അമേരിക്ക, വേർ കസ്റ്റമർ ID ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിളിൽ നിന്ന് എന്താണ് ടേബിളിലത്തെ ഡാറ്റ, എന്ത് ഡാറ്റയാണ്? അവരുടെ കോണ്ടാക്റ്റ് നെയിം ഓൾറെഡി ഇപ്പോൾ ഒരു അവരുടെ നെയിം വേറെ എന്തെങ്കിലും കിഷൻ എന്നല്ല വേറെ ഏതെങ്കിലും ഒരു പേരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓൾട്ടർ ചെയ്തിട്ട് എന്താണ് കിഷൻ എന്നാക്കി കൊടുക്കുന്നു, സിറ്റി അമേരിക്ക എന്നാക്കുന്നു, വേർ കസ്റ്റമർ ID ഈക്വൽ ടു 1. അതായത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ഒരു ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കണം. നമ്മൾ ഏത് വെച്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലും അപ്ഡേറ്റ് ചെയ്യുക? അങ്ങനെ പോയി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കസ്റ്റമർ IDയോ അവരുടെ എന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഡാറ്റ നമ്മൾ അവിടെ കണ്ടീഷൻ വെച്ച് കൊടുത്താൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ റോയിലുള്ള ഒരു ഡാറ്റയെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ ഇതൊക്കെ നമ്മൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ആളുടെ നെയിം ഉണ്ട്, അതുപോലെ തന്നെ അവർ താമസിക്കുന്നത് മെക്സിക്കോ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ ആ മെക്സിക്കോ സിറ്റിയിൽ തന്നെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവരൊക്കെ ആ ഒരു ടേബിളിലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താണ് ഇവിടെ നോക്കൂ, അപ്ഡേറ്റ് കസ്റ്റമേഴ്സ് സെറ്റ് കോണ്ടാക്ട് നെയിം ഈക്വൽ ടു ജോൺ. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ കിഷൻ എന്ന് പറഞ്ഞില്ലേ, കിഷൻ്റെ പകരം നമ്മൾ അവനെ മാറ്റിയിട്ട് എന്താണ് ജോൺ എന്നാക്കി അപ്ഡേറ്റ് ചെയ്തു. വേർ കൺട്രി ഈക്വൽ ടു മെക്സിക്കോ, അതായത് കൺട്രി എന്താണ് മെക്സിക്കോ എന്നുള്ള സിറ്റിയിൽ. അങ്ങനെ ഒരുപാട് നമുക്ക് ആ ടേബിൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വയ്ക്കുക, പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമ്മൾ കൺട്രി എന്താണ് മെക്സിക്കോ എന്നാക്കി കഴിഞ്ഞാൽ ആ മെക്സിക്കോ സിറ്റിയിൽ സിറ്റി ഏതൊക്കെ ആളുകളുണ്ടോ അവരുടെയൊക്കെ കോണ്ടാക്ട് നെയിം എന്തായിട്ട് മാറും? ജോൺ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് ഒന്നിൽ കൂടുതൽ കോളം, അപ്പോൾ അവിടെ എന്താണ് അപ്ഡേറ്റഡ് ആയി പോവാണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് ഡിലീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ്, ഓൾറെഡി ഉള്ള റെക്കോർഡ്സിനെ ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനൊരു സിൻടാക്സ് ആണ് ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വേർ എന്തെങ്കിലും കണ്ടീഷൻ അത് കൊടുക്കുക. എക്സാമ്പിൾ ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വേർ കസ്റ്റമർ നെയിം ഈക്വൽ ടു ജോൺ.
അതായത് ടേബിളിൽ നമുക്ക് കസ്റ്റമർ നെയിം ജോൺ എന്നായിട്ടുള്ള ആളിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താണ് വേർന്ന് വെച്ചിട്ട് ഈ ഒരു കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജോൺ എന്ന ആളുടെ എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു കംപ്ലീറ്റ് റോ നമുക്ക് ഡിലീറ്റ് ആയിപ്പോവും. ഓക്കെ, അടുത്തത് ഡിലീറ്റ് ഓൾ റെക്കോർഡ്സ്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞത് പെർട്ടിക്കുലർ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റോ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് നമുക്ക് ആ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഓൾ ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം എന്ന് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. ഈ രണ്ട് രീതിയിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളിലെ എല്ലാ ഡാറ്റയും നമുക്ക് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് SQL സെലക്ട് ടോപ്പ് ക്ലോസ്. ഇതെന്തിനാ സെലക്ട് അതുപോലെ തന്നെ ടോപ്പ്? ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ എന്താണ് നമ്പർ ഓഫ് റെക്കോർഡ്സ് ടു റിട്ടേൺ. നമുക്കിപ്പോൾ ഒരു ടേബിളിലെ 3 റോ അല്ലെങ്കിൽ 5 റോ 10 റോ ഇത്രയും റോസ് നമുക്ക് കാണണം അല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്, സെലക്ട് ടോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എല്ലാ ഡാറ്റാബേസ് ചിലപ്പോൾ ഈ ഒരു ഇത് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ MySQL ലിമിറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഒറാക്കിളിൽ നം, അങ്ങനെ ചിലപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം മാറുന്നതിനനുസരിച്ച് എന്താണ് അതിന് ചിലപ്പോൾ കൊറിക്കൊക്കെ സിൻടാക്സിനൊക്കെ മാറ്റം വരും. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു പഠിച്ച പോലെ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ചിലപ്പോൾ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ സിൻടാക്സ് ആണ് MySQL യൂസ് ചെയ്യുന്ന സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെലക്ട് കോളം നെയിമോ അല്ലെങ്കിൽ കോളം നെയിംസ് എത്ര വേണമെങ്കിലും നമുക്കവിടെ കൊടുക്കാം. ഓക്കെ, ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ ലിമിറ്റ് നമ്പർ. ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ ടോപ്പ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ടോപ്പ് നമ്മൾ എല്ലാ ഡാറ്റാബേസും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ MySQLൊക്കെ ചിലപ്പോൾ ലിമിറ്റാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ SQL ടോപ്പ് ലിമിറ്റ് അത് ഓരോന്ന് എങ്ങനെ കൊടുക്കുക എന്നാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. സെലക്ട് ടോപ്പ് 3 സ്റ്റാർ കൊടുത്തിട്ടുണ്ട് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ടേബിളിൽ നിന്ന് നമുക്ക് ഇവിടെ എന്താണ് റിട്രീവ് ആയി കിട്ടുന്നത്, ഫസ്റ്റത്തെ 3 റോകൾ അല്ലെങ്കിൽ 3 എന്താണ് വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് റോ ഫസ്റ്റത്തെ അതാണ് നമുക്കിവിടെ റിട്രീവ് ചെയ്ത് കിട്ടുക. ഓക്കെ, ഇനി ലിമിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടത്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് ലിമിറ്റ് 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ആ പെർട്ടിക്കുലർ ഫസ്റ്റത്തെ ആ ഒരു ടേബിളിലെ ഫസ്റ്റത്തെ 3 കോളത്തിൽ റോയിൽ എന്ത് വാല്യൂസ് ആണോ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ നം അത് യൂസ് ചെയ്തിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 3 അതിൽ കുറവോ ഉള്ള റോ എന്ത് ചെയ്യും, നമുക്ക് ഫസ്റ്റത്തെ 3 റോയും നമുക്ക് ഔട്ട്പുട്ട് ടേബിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് SQL ടോപ്പ് % എക്സാമ്പിൾ. അതായത് ഇവിടെയും എന്താണ് നമുക്ക് ഫസ്റ്റത്തെ 50% ഓഫ് ദ റെക്കോർഡ്സ് നമ്മളുടെ ഒരു സപ്പോസ് ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ ഫസ്റ്റത്തെ 50% അതായത് ഏകദേശം പകുതിയോളം ഭാഗം എന്താണ് നമുക്കിവിടെ റിട്രീവ് ചെയ്ത് കിട്ടും. ഓക്കെ, അതിന് എക്സാമ്പിളാണ് സെലക്ട് ടോപ്പ് 50% സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു പകുതി പോർഷൻസ് നമുക്ക് ഷോ ചെയ്ത് കാണിച്ചു തരും. ഇനിയിപ്പോൾ എത്രയാണോ, ഇപ്പോൾ 30% ആണെങ്കിൽ ആ ഒരു ടേബിളിൻ്റെ 30% ഡാറ്റ മാത്രമേ നമുക്ക് കാണിച്ചു തരുള്ളൂ. ഓക്കെ, അടുത്തത് വരുന്നത് SQL മിൻ ആൻഡ് മാക്സ് ഫങ്ഷൻസ്. മിനിമം അല്ലെങ്കിൽ മാക്സിമം ഇതാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും വാല്യൂസ് നമ്മുടെ മാത്തമാറ്റിക്കൽ വാല്യൂസ് നമ്പേഴ്സൊക്കെ ഉള്ള ഏതെങ്കിലും കോളാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണിത് മിന്നും മാക്സും. അതായത് മിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നത് സ്മാളസ്റ്റ് വാല്യൂ ഓഫ് ദ സെലക്റ്റഡ് കോളം. ഇപ്പോൾ ഒരു ഏജ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ആ ഏജിൽ ഏറ്റവും സ്മാളസ്റ്റ് വാല്യൂ ഏതാണെന്നൊക്കെ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ മിന്നുള്ള
ഫങ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാക്സ് എന്താണ്, ഇപ്പോൾ ആ ഒരു ഏജിൽ ഏറ്റവും വയസ്സ് കൂടിയ ആൾ ആരാണെന്നൊക്കെ നമുക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സ് എന്ന ഫങ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മിൻ്റെ സിൻടാക്സ് സെലക്ട് മിൻ, കോളത്തിൻ്റെ നെയിം ഏതാണ്, ഇപ്പോൾ ഏജ് ആണെന്നുണ്ടെങ്കിൽ ആ ഏജിൻ്റെ കോളം നെയിം കൊടുക്കുക അവിടെ. ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ, നമ്മളങ്ങനെ ഏത് കോളത്തെ എന്താണെന്നൊന്നും നമുക്കറിയില്ല, അപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് മാക്സിൻ്റെത് സെലക്ട് മാക്സ്, ഏതാണോ മാക്സിമം വാല്യൂ വേണ്ടതെന്നുള്ള ആ കോളം സെലക്ട് ചെയ്യുക. ഫ്രം ടേബിൾ നെയിം വേർ എന്താണ്, പെർട്ടിക്കുലർ കണ്ടീഷൻ നമ്മൾ കൊടുക്കുക, ഇപ്പോൾ ID ഇന്ന ആളത് ആയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ചിലപ്പോൾ അഡ്രസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സിറ്റി, അങ്ങനെ എന്താണോ നമുക്ക് അപ്പോൾ തോന്നുന്ന ഒരു കണ്ടീഷൻ എന്താണോ നമുക്ക് കൊടുക്കേണ്ടത്, അപ്പോൾ അതിന് യോജിച്ചൊരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിന്നും മാക്സൊക്കെ കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇത്രയാണ് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.